വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. തൃശൂരിൽ നിന്നും വീണ്ടും നിക്ഷേപ തട്ടിപ്പിന്റെ വാർത്തയാണ് വരുന്നത്. അമിതമായ പലിശ വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്ന് കോടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. കേരളത്തിലാകെ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇരിഞ്ഞാലക്കുടയിൽ ബില്യൺ ബീറ്റ്സ് എന്ന ട്രേഡിംഗ് സ്ഥാപനം നടത്തുന്ന ബിബിൻ, അവരുടെ സഹോദരങ്ങളായ സുബിൻ, ലിബിൻ, വൈഫ് ജൈദ എന്നിവർ നടത്തുന്ന സ്ഥാപനത്തിൽ അവർ നിക്ഷേപം സ്വീകരിക്കുകയും അതിനുശേഷം പലിശയും തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 150 കോടിക്ക് മേലെ തട്ടിച്ച് അവരിവിടെ നിന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവർ ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വീണ്ടും ബോധവൽക്കരണവും കൃത്യമായ അവബോധവും സൃഷ്ടിച്ചിട്ടും ഇത്തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ വാർത്തകൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 100 കോടിയോളം രൂപയുടെ പ്രാഥമികമായ വിലയിരുത്തലാണെങ്കിൽ പോലും 100 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സ്ഥാപനത്തിന്റെ ഉടമകളുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ട്? ഇവരെവിടെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിന് പിറകിൽ കൃത്യമായി ആരെല്ലാം ആണ് എന്നുള്ള വിവരങ്ങളെല്ലാം ലഭ്യമായിട്ടുണ്ടോ? അതുല്യ, നമുക്കറിയാം, അതുല്യ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ബോധവൽക്കരണം ഒക്കെ നടക്കുന്നുണ്ട്. നിരവധി തട്ടിപ്പുകൾ കഴിഞ്ഞ കുറെ നാളുകളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വിവിധ കമ്പനികളുടെ പേരിൽ നടന്നു വരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടന്നതായി പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്ന് അമിത പലിശ വാഗ്ദാനം നൽകി പണം സ്വീകരിച്ച ശേഷം ആദ്യഘട്ടത്തിൽ 3-4 തവണ ആ പലിശ 3-4 മാസത്തേക്ക് പലിശ കൊടുത്ത് പിന്നീട് പലിശ കൊടുക്കാതെയായി സ്ഥാപനം അടച്ചു മുങ്ങുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ 4 പേരാണ് അതിന്റെ ഡയറക്ടേഴ്സായി പറയുന്നത്. ഒന്ന് നടവരമ്പ് സ്വദേശിയായിട്ടുള്ള ബിബിന്റെ ഭാര്യ ജയ്ദ, ബിബിന്റെ സഹോദരൻ സുബിൻ, അതുപോലെ തന്നെ ബിബിന്റെ മറ്റൊരു സഹോദരനായ ലിബിൻ. ഈ 4 പേരാണ് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ എന്നാണ് പറയുന്നത്. ഇവർ 4 പേരും ഇപ്പോൾ ദുബായിലേക്ക് കടന്നതായാണ് ഈ പരാതിക്കാർ പറയുന്നത്. പ്രധാനമായും 2 തരത്തിലാണ് ഈ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഒന്ന് ട്രേഡ് തട്ടിപ്പ്, ഡെപ്പോസിറ്റ് പണം വാങ്ങിയ ശേഷം അതിന്റെ ലാഭവിഹിതം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള തട്ടിപ്പ്. രണ്ടാമതായി ഡെപ്പോസിറ്റ് വാങ്ങിയ ശേഷം അതിന്റെ പലിശ, അമിത പലിശ, അതായത് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ പ്രതിമാസം 30,000 രൂപ പലിശ നൽകാമെന്ന് പറഞ്ഞ് അത്തരത്തിൽ 2 രീതിയിലാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്കായി തട്ടിപ്പ് നടത്തി. ഇപ്പൊ നിലവിൽ ഇപ്പോൾ 1,95,00,000 രൂപ നിക്ഷേപിച്ച ഒരാളുടെ പരാതിയിൽ ആണിപ്പോൾ പോലീസ് കേസെടുത്തുള്ളൂ. ഈ കേസ് ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വരികയാണ്. ഈ കേസിലാണ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ ഇപ്പോൾ ഈ 3 പേരുടെ പേരാണ് ഈ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നടവരമ്പ് സ്വദേശി ബിബിൻ, അതുപോലെ തന്നെ ഭാര്യ ജയ്ദ, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നീ 3 പേരുടെ പേരിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിലാണ് വലിയ രീതിയിലുള്ള മാസ് പരാതി 32 പേർ ഒപ്പിട്ട പരാതി റൂറൽ എസ്പിക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു പരാതിക്കാരൻ 10 ലക്ഷം രൂപ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട പരാതിക്കാരാണ് ഇപ്പോൾ ആദ്യം നമ്മൾ സംരക്ഷണം ചെയ്ത ബൈറ്റിലുള്ളത്. അദ്ദേഹം 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അദ്ദേഹം നിക്ഷേപിച്ച സ്കീം എന്ന് പറയുന്നത്, നിക്ഷേപിച്ചാൽ അതിന് പലിശ പ്രതിമാസം 10 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ പലിശ വാഗ്ദാനം ചെയ്താൽ പലിശ ലഭിക്കും എന്ന് പറയുന്ന സ്കീമിലാണ്. ആദ്യം 3-4 മാസത്തേക്ക് അദ്ദേഹത്തിന് മാസം 30,000 രൂപ വെച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നു. പിന്നീട് വരാതായപ്പോൾ അദ്ദേഹം പണം പലിശ ആവശ്യപ്പെട്ട് പലതവണ ഉടമകളെ സമീപിച്ചു. അപ്പോൾ 2 തവണ കൊടുത്തു. പിന്നീട് വീണ്ടും ആവശ്യപ്പെട്ടു. പിന്നീട് കിട്ടിയില്ല. പിന്നീട് ഇവർ അറിയുന്നത് ഈ ഉടമകൾ സ്ഥാപനം പൂട്ടി ദുബായിലേക്ക് മുങ്ങി എന്നാണ്. നിലവിൽ ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഈ പ്രതികൾ ആരും തന്നെ ഇല്ല എന്നാണ് ഇവരുടെ പരാതി. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വ്യക്തമാകുന്നത്. എന്തായാലും 32 പരാതി കഴിഞ്ഞ ഡിസംബർ റൂറൽ എസ്പിക്ക് നൽകിയത് ലോക്കൽ SHOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ പരാതിക്കാരുടെ പേരിൽ പരാതിയെ അടിസ്ഥാനപ്പെടുത്തി കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഈ പരാതികളൊക്കെ വിശദമായി പോലീസ് പഠിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള പരാതികൾ ഇനി വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ ഈ പരാതിക്കാരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 150 പേരടങ്ങുന്ന
ഇവരുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നിക്ഷേപയുടെ. അതിലെ കണക്ക് പ്രകാരം 150ഓളം കോടി രൂപയുടെ തട്ടിപ്പ് ഇപ്പോൾ നടന്നതായാണ് ഇദ്ദേഹം പറയുന്നതിലും വലിയ കോടികളുടെ തട്ടിപ്പ് തന്നെ നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ 1,95,00,000 രൂപ വാങ്ങി ഈ നമ്മൾ സംരക്ഷ ചെയ്ത ആളെ ബൈറ്റ് സംരക്ഷ ചെയ്ത ആളുടെ പക്കൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങി ഡെപ്പോസിറ്റ് വാങ്ങി സമാന രീതിയിൽ നിരവധി പേരിൽ നിന്നും കോടികൾ വാങ്ങിയിട്ടുള്ളതായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കോടികൾ ആയിരിക്കും ഒരുപക്ഷെ ഇതിന്റെ അവസാനം. അതായത് ഈ പരാതിക്കാരുടെ പരാതിയെല്ലാം സോർട്ട് ചെയ്ത് കേസെടുത്ത് വരുമ്പോൾ കോടികളുടെ തട്ടിപ്പ് അല്ലെങ്കിൽ വലിയൊരു തട്ടിപ്പ് തന്നെ പുറത്ത് വരാനായി കിടക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ 100 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയതായിട്ട് ഇപ്പോൾ പ്രാഥമികമായി വിവരം പുറത്തു വരുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ നിരവധി ഈ പരാതിക്കാരുടെ പരാതിയിന്മേൽ നിരവധി കേസുകൾ ഇനി FIR രജിസ്റ്റർ ചെയ്തേക്കാമെന്നും നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും നിരവധി അവബോധം ഇത്തരത്തിൽ സൃഷ്ടിച്ചിട്ടും അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ പണം നഷ്ടപ്പെടുന്ന നിരവധി ഉദാഹരണങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ രീതിയിൽ സ്ഥാപനങ്ങൾ പൊളിയുന്നത്, വലിയ രീതിയിൽ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങിയ ശേഷം ആദ്യഘട്ടത്തിൽ സമാന രീതിയിൽ ഇവർ പറയുന്ന വലിയ അമിത പലിശ 13%, 20%, 25%, 30% വരെ പലിശ വാഗ്ദാനം ചെയ്ത പലിശ ആദ്യഘട്ടങ്ങളിൽ നിക്ഷേപകർക്ക് നൽകും, വിശ്വാസം പിടിച്ചെടുക്കും. അതിനുശേഷം ആ വിശ്വാസത്തിന്മേൽ നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ സമാന രീതിയിൽ പണം ഇവർ സ്വരൂപിക്കും. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇവർ സ്ഥാപനം പൊട്ടി മുങ്ങുന്ന ഒരു കാഴ്ചയാണ് സമീപ നാളുകളിലായി തൃശ്ശൂരിൽ വിവിധ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ ഉണ്ടായിരുന്നത്. കേസുകളും നിലവിലുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ സമാന രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബില്യൺ ബീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും എത്ര കോടി മൊത്തം തട്ടിപ്പ് നടത്തി എന്നതെല്ലാം വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പോലീസ് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ നിരവധി FIRകൾ ഈ പരാതിയിന്മേൽ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കാം. എന്തായാലും ഉടമകൾ നിലവിൽ ഇന്ത്യയിൽ ഇല്ല, ഇന്ത്യ വിട്ടു ദുബായിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുല്യ.